ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ നമ്മൾ ഇന്ന് കാണുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വില്ലാളി വീരൻ, അവനാണ് ആര്? ബി. ഇതൊരു വെർബാണ്. വെർബ് ബി എന്ന് പറയാറുണ്ട്. ഉച്ചാരണ സ്പെല്ലിംഗ് നോക്കിയതിന്റെ ബി എന്നുള്ളതാണ്. ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് വെർബ് ബി. അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ് ഏതാണെന്ന് ചോദിച്ചാലും അതിന് ഉത്തരം ഏതാണ്? വെർബ് ബി എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബ് ക്രിയയോ ഇത് തന്നെയാണ്, വെർബ് ബി ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,000-ലധികം വെർബ്സ് വെർബുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും പ്രത്യേകതയുള്ള വെർബ് ഏതാണെന്ന് ചോദിച്ചാല് ഉത്തരം ഏതാണ്? ഇതാ നിൽക്കുന്ന ആളാണ്, ബി. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വെർബ് ബിയെ കുറിച്ചായിരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് അറിയാം, വെർബിന് ധാരാളം ഫോംസ് ഉണ്ട്, രൂപങ്ങളുണ്ട്. അതിൽ 4 ഏറ്റവും പ്രധാനപ്പെട്ടത്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ ക്ലാസ്സിലും തന്നെ. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകതകൾ നോക്കിയിട്ട് നമ്മൾ ഏറ്റവും അധികം പ്രത്യേകതകൾ ഉള്ളത് അല്ലേ? വെർബ് ബി, അതിന്റെ പ്രത്യേകത ബേസ് ഫോമിലാണ്. വെർബ് ബി എന്നുള്ള ഫോം ബേസ് ഫോമാണ്. ഇത് 2 അർത്ഥങ്ങളാണ് ഈ വാക്കിനുള്ളത്. എന്താണ്? ആയിരിക്കുക. ആദ്യത്തെ അർത്ഥം എന്താണ്? ആയിരിക്കുക. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. അതൊരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണമായിട്ട്, എനിക്ക് സന്തോഷമാണ്, അവന് സങ്കടമാണ്, അല്ലെങ്കിൽ അവൻ ദുഃഖിതനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനാണ്, അവൻ ധീരനാണ്, ധൈര്യമുള്ളവനാണ്. അവന്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? വെർബ് ബി, അതിന്റെ ഫോംസ് ഒക്കെ ഉപയോഗിക്കും. ഓക്കെ. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുക. ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സാന്നിധ്യത്തെ കാണിക്കാൻ. സാന്നിധ്യം. അവൻ വീട്ടിലുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്, കുട്ടികൾ ക്ലാസ്സിലുണ്ട്, അങ്ങനെ പറയില്ല, ഉണ്ടെന്ന് പറയില്ലേ? സാന്നിധ്യം. അവരെവിടെയാണ്? അവരുടെ സാന്നിധ്യം എവിടെയാണ്? അപ്പൊ അതിന് വേണ്ടി ഈ വെർബ് ബി, അതിന്റെ ഫോംസ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട വെർബാണ്, വെർബ് ബി. അപ്പോ ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഒത്തിരി പ്രത്യേകത ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഒന്നുകൂടി കാണാം. പ്രത്യേകതകൾ: ഒന്ന്, വെർബ് ബി നമുക്ക് പ്രസന്റ് ഫോമില് വ്യത്യാസമുണ്ട്. വെർബ് ബി ഇവിടെ വരുന്നില്ല. വെർബ് ബി ബേസ് ഫോമിൽ മാത്രമാണ്. ഒന്ന് ഓർത്ത് നോക്ക്, ഇംഗ്ലീഷിലെ ബാക്കി എല്ലാ വേർബ്സിന്റെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറൽ, എല്ലാ വേർബ്സും, ഈ കക്ഷിക്കൊഴിച്ച്. അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെയാണ്. എന്നാലും ഇവിടെ നോക്കിയിട്ട് ഇവിടെ വെർബ് ബി ആണ്. ഈ ബി പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ വേറെ 3 എന്നുള്ളത്. ഇതൊരു പ്രത്യേകതയാണ്. ഇംഗ്ലീഷിലെ എല്ലാ വേർബ്സിനും പ്രസന്റ് ഫോമില് സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഇപ്പൊ നമ്മൾ റൈറ്റ് കാണുന്നുണ്ട്. റൈറ്റ്സ് സിംഗുലർ, റൈറ്റ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ. അത് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം എഴുതാറുണ്ട്, 2ന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 3 ഉണ്ട്. ഇവിടെ 2 അല്ല, 3 ഉണ്ട്. ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ. ആം നമുക്കറിയാം, ഐ എന്ന, അല്ലെ, ഞാൻ എന്ന് പറയില്ല, അതിന്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ആം. ഈസ് സിംഗുലർ ആണ്, ആർ എന്നുള്ളത് പ്ലൂറലാണ്. അത് മറ്റു വെർബ്സിനെ പോലെ സിംഗുലറും പ്ലൂറലും. ഇവിടുത്തെ പ്രത്യേകത, ഐക്ക് വേണ്ടിയൊരു പ്രത്യേക സാധനം ഇവിടെയുണ്ട്. ഇതാണ് ഇതിന്റെ 2ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം തന്നെയാണ്, അല്ലെ, ആയിരിക്കുക. ഇവിടെ ആകുമ്പോൾ ആകുന്നു, അല്ലെ, നമ്മൾ ആകുന്നു എന്നൊന്നും പറയില്ല, നമ്മൾ ആണെന്ന് പറയുള്ളൂ. അതായത് ഞാനൊരു അധ്യാപകനാകുന്നു, നമ്മൾ അങ്ങനെ പറയാറില്ല. ഞാനൊരു അധ്യാപകനാണ് എന്ന് പറയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടായിരിക്കുക, അതിന്റെ പ്രസന്റ് ഫോമിലെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. അവൻ വീട്ടിലുണ്ട്, ഈസ് അറ്റ് ഹോം. അതൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പൊ ഈ അർത്ഥങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. ആയിരിക്കുക എന്നുള്ളതിന്റെ പ്രസന്റ് ഫോമിലെ അർത്ഥമാണ് ആകുന്നു. പക്ഷെ നമ്മൾ സംസാരത്തിൽ ആകുന്നു എന്നും പറയില്ല, ആണെന്നൊക്കെ പറയുള്ളൂ. അവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ അവന്റെ സഹോദരനാണ്, ഞാൻ എൻ്റെ സഹോദരനാകുന്നു എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് ഈ ആണെന്നുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രത്യേകത നോക്കിയിട്ടുണ്ട്,
പാസ്റ്റ് ഫോം. ഇംഗ്ലീഷിലെ എല്ലാ വെർബ്സിന്റെയും പാസ്റ്റ് ഫോം ഒരെണ്ണമുള്ളൂ. സിംഗുലറും പ്ലൂറലിനും വേണ്ടി ഒരെണ്ണമുള്ളൂ. ഏത് വെർബ് എടുത്താലും രണ്ടെണ്ണം കാണില്ല. ഇപ്പൊ നമ്മൾ റൈറ്റ് റോട്ട്, ഇവിടെ റോട്ട് എന്നായിരിക്കുള്ളൂ, അത് ഒരെണ്ണമുള്ളൂ. കം കെയിം, ഇവിടെ കെയിം ആയിരിക്കുള്ളൂ, ഒരെണ്ണം. പക്ഷെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഈ വെർബിന് മാത്രം പാസ്റ്റ് ഫോമില് രണ്ടെണ്ണം, വാസും വേർ. അർത്ഥം ഒന്ന് തന്നെയാ, ഇവിടെ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ അർത്ഥം ഒന്ന് തന്നെയാണ്. വാസ് എന്നുള്ളത് സിംഗുലർ ആണ്, വേർ എന്നുള്ളത് പ്ലൂറൽ ആണ്. അർത്ഥം ഇതിന്റെ പാസ്റ്റ് ആയിരിക്കുക, അതിന്റെ പാസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്റെ അധ്യാപകനായിരുന്നു നമ്മൾ പറയില്ല, അത് തന്നെ. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ്, ഇതിന്റെ ഉണ്ടെന്നുള്ളതിന്റെ പാസ്റ്റ്. ഞാൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ കാണുന്ന രണ്ടർത്ഥങ്ങൾ ഇവിടെയുണ്ട്. ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. ബീൻ, BEEN. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഇത് ശരിക്കും പഠിക്കണം കേട്ടാ. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം, ഇതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് ബി, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബാണ് ബി, അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള വെർബാണ് വെർബ് ബി. ഇനി വെർബ് ബി എന്ന് പ്രത്യേകിച്ചൊക്കെ പറയും, വെർബ് ക്രിയ അല്ലേ. അപ്പൊ ബി എന്ന ക്രിയ. അപ്പൊ ഇത് ശരിക്കും അറിയുക, പഠിക്കുക, ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇനി ഇത് വെച്ചുള്ള ഉപയോഗങ്ങളാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അതിന് വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉച്ചാരണങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക, കറക്റ്റ് ഉച്ചാരണം, അർത്ഥം പഠിക്കണം. ഈ 4 ഫോംസ് ശരിക്കും അറിഞ്ഞിരിക്കണം. ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്.
അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 11ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ്. സാറേ എസ് വരുന്നത് സിംഗുലർ ആണ്. ചിലരുടെ ഇവിടെ IS എന്നൊക്കെ ആയിരിക്കാം. അർത്ഥം ഒന്ന് തന്നെയാണ്, ഒന്ന് പ്ലൂരല് മറ്റേത് സിംഗുലർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. grow, grew, grown, blow, blew, blown, fly, flew, flown, throw, threw, thrown, know, knew, known, draw, drew, drawn, withdraw, withdrew, withdrawn. വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ്. ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല, മൂന്ന് രീതിയിലാണ് അല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന വെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പൊ നമുക്കവ കാണാം. preach, preached, preached, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, sow, sowed, sowed, scrub, scrubbed, scrubbed, shave, shaved, shaved, sigh, sighed, sighed, sip, sipped, sipped, smash, smashed, smashed, stay, stayed, stayed, waste, wasted, wasted, wave, waved, waved, wine, wined, wined, wave, waved, waved, worry, worried, worried, wrap, wrapped, wrapped, wonder, wondered, wondered. എന്നത് ഓർക്കുക, ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ വെറുതെ SCRK അല്ല IES എന്നൊക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. അല്ലെ പാസ്റ്റ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും, അത് ഇരട്ടിച്ചിട്ടുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.